വെൽക്കം ടു ബയോസ്കോപ്പ് 20s. ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്ലാന്റ് ഫിസിയോളജിയിലെ ഗട്ടേഷൻ എന്ന ടോപ്പിക്കാണ്. എന്താണ് ഗട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലാന്റ്സിൽ മെയിനായിട്ട് ഗ്രാസ് ടൈപ്പ് പ്ലാന്റ്സിൽ അവിടെ ലീഫിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു പോറുകൾ കാണാൻ പറ്റും. കുഞ്ഞു കുഞ്ഞ് മൈന്യൂട്ടായിട്ടുള്ള പോസ് കാണാൻ പറ്റും. ഇതിന് പറയുന്ന പേരാണ് ഹൈഡത്തോട്സ്. ഈ ഹൈഡത്തോട്സിലൂടെ വാട്ടർ ഡ്രോപ്ലെറ്റ് പുറത്തു പോകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഗട്ടേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഗട്ടേഷൻ. ലീഫിൻ്റെ ടിപ്പിൽ മൈന്യൂട്ട് പോസ് ഉണ്ട്, അത് ഹൈഡത്തോട്സ് എന്ന് പറയുന്നു. ഈ ഹൈഡത്തോട്സിലൂടെ വാട്ടർ ഡ്രോപ്ലെറ്റ് പുറത്തു പോകുന്നു. ഇതിനെയാണ് ഗട്ടേഷൻ എന്ന് പറയുന്നത്. ഗട്ടേഷൻ നടക്കുന്നത് ഹൈഡത്തോട്സിലൂടെയാണെന്ന് അറിയാലോ. അതിൻ്റെ സ്ട്രക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഹൈഡത്തോട് പോസ് ഉണ്ട്, അതിന് താഴെയായി ഒരു എയർ ചേമ്പർ ഉണ്ട്, സൈലമുണ്ട്. സൈലത്തിലൂടെയാണ് വാട്ടർ കണ്ടക്ട് ചെയ്യുന്നത്, നിങ്ങൾക്കറിയാം. സൈലത്തിന് മുകളിലായിട്ട് എപ്പിത്തം എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്. സൈറ്റ് ഓഫ് ഗട്ടേഷൻ. ഗട്ടേഷൻ എവിടെയൊക്കെയാണ് നടക്കുക? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഹൈഡത്തോട്സിൽ. ഹൈഡത്തോട്സിൻ്റെ മറ്റൊരു പേരാണ് വാട്ടർ സ്റ്റൊമാറ്റ. ഹൈഡത്തോട്സ് എവിടെയാണ് കാണുന്നത്? ലീഫ് മാർജിൻസ് ആൻഡ് ലീഫ് ടിപ്സിലാണ് ഹൈഡത്തോട്സ് കാണുന്നത്. അടുത്ത് പറയുന്നത് കോസസ് ഓഫ് ഗട്ടേഷൻ. ഫസ്റ്റ് വൺ, ഹൈ റൂട്ട് പ്രഷർ. റൂട്ട് പ്രഷർ എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അതായത് വാട്ടർ അബ്സോർബ് ചെയ്യുന്നു, അവിടെ ഒരു ഹൈ പ്രഷർ, റൂട്ട് പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സൈലമാണ്. സൈലം അബ്സോർബ് ചെയ്യുമ്പോൾ അവിടെ റൂട്ട് പ്രഷർ ഉണ്ടാവും. ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ മൂവ് ചെയ്യുമെന്ന് അറിയാലോ. അടുത്തത് ഹൈ മോയ്സ്ചറാണ്, സോയിൽ മോയ്സ്ചർ. അതായത് വാട്ടർ കണ്ടൻറ്റ് വളരെയധികം കൂടുതലാണെങ്കിൽ ഗട്ടേഷൻ ഉണ്ടാവും, അതിനനുസരിച്ച് അബ്സോർപ്ഷൻ ഉണ്ടാവുന്നു, ഗട്ടേഷൻ ഉണ്ടാവും. അടുത്ത ഹൈ ഹ്യൂമിഡിറ്റി, അതായത് അറ്റ്മോസ്ഫിയറിലെ വാട്ടർ കണ്ടൻറ്റ് വളരെ കൂടുതലാണെങ്കിൽ. പിന്നെ ട്രാൻസ്പിറേഷൻ നടക്കുന്ന കുറവായിരിക്കുമല്ലോ, അതായത് ടെമ്പറേച്ചറിൻ്റെ അനുസരിച്ചിട്ട് ട്രാൻസ്പിറേഷൻ റേറ്റ് കൂടും. ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത് എന്താ? ലോസ് ഓഫ് വാട്ടർ ത്രൂ സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റയിലൂടെ വാട്ടറിൻ്റെ ലോസിനെയാണ് ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഹൈ ഹ്യൂമിഡിറ്റി ഉള്ള കണ്ടീഷനിൽ ട്രാൻസ്പിറേഷൻ റേറ്റ് കുറവായിരിക്കും. ഇതെല്ലാം ഗട്ടേഷന് കാരണമാവാം. ഇനി ഗട്ടേഷൻ എന്ന് പറയുന്ന മെക്കാനിസം എങ്ങനെയാണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, വാട്ടർ റൂട്ട്സ് അബ്സോർബ് ചെയ്യുന്നു, റൂട്ട്സിലെ സൈലം. അതൊരു റൂട്ട് പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ആ പ്രഷറിനനുസരിച്ച് മേലോട്ട് വാട്ടർ മേലോട്ട് പോവും. സൈലം വാട്ടർ അബ്സോർബ് ചെയ്തുകൊണ്ടേയിരിക്കും, മുകളിലോട്ട് കണ്ടക്ട് ചെയ്യും. സൈലത്തിലൂടെ വാട്ടറിൻ്റെ അപ്വേർഡ് മൂവ്മെൻറ്റ് സംഭവിക്കുന്നു. അങ്ങനെ എക്സസ് ആയിട്ടുള്ള വാട്ടർ ഹൈഡത്തോട്സിലൂടെ ഡ്രോപ്ലെറ്റിൻ്റെ രൂപത്തിൽ പുറത്തു പോകുന്നു. മറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വാട്ടർ ലിക്വിഡിൻ്റെ ഫോമിലാണ്, അതായത് തുള്ളികളായിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു. അതൊരിക്കലും വേപ്പറായിട്ടല്ല പോകുന്നത്. ഈ ഡിഫറൻസുകൾ മനസ്സിലാക്കി വെക്കണം. ട്രാൻസ്പിറേഷനും ഗട്ടേഷനും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഒന്നുകൂടെ പറയും. വാട്ടർ ഡ്രോപ്ലെറ്റ് എന്ന് പറയുമ്പോൾ അതിൽ മിനറൽസും സോൾട്ടും ഒക്കെ ഡിസോൾവ് ചെയ്തിട്ടായിരിക്കും കാണാൻ പറ്റുക. ഈ പോയിൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സിൽ മിനറൽസും സോൾട്ടും ഒക്കെ ഡിസോൾവ് ചെയ്തിട്ട്, അങ്ങനെ ഡിസോൾവ്ഡ് ഫോമിലുള്ള ഡ്രോപ്ലെറ്റാണ് പുറത്തു പോകുന്നത്. പിന്നെ അതിരാവിലെ ഏർലി മോർണിംഗിലാണ് ഗട്ടേഷൻ നടക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏർലി മോർണിംഗ് ആണ് നടക്കുന്നത്. മെയിനായിട്ട് നടക്കുന്നത് ഹെർബീഷ്യസ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഗ്രാസസിലാണ് ഗട്ടേഷൻ നടക്കുക. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സസ് ആയിട്ടുള്ള വാട്ടർ പ്ലാന്റിൽ നിന്ന് റിമൂവ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഗട്ടേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മിനറൽസ് സൈലത്തിലൂടെ എല്ലാ പാർട്ടിലോട്ടും മൂവ് ചെയ്യുന്നതിനും അതിൻ്റെ ഒരു മൂവ്മെൻറ്റിനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റൂട്ട് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലോസ് ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്. എക്സസ് ആയിട്ടുള്ള വാട്ടർ പോകുന്നത് നല്ലതാണ്, പക്ഷേ അതല്ലാത്ത കണ്ടീഷനിൽ വാട്ടറിൻ്റെ ലോസ് ആയിരിക്കും അവിടെ സംഭവിക്കുക. അതുപോലെ ഈ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സിൽ മിനറൽസ് ഒക്കെ ഡിസോൾവ് ചെയ്തിട്ടാണല്ലോ ഡ്രോപ്ലെറ്റുകളായിട്ട് പുറത്തു പോകുന്നത്. അപ്പോൾ അതിലുള്ള ഷുഗർ കണ്ടൻറ്റ് ഇൻസെക്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാം. ഇത് ഫംഗൽ ആൻഡ് ബാക്ടീരിയൽ ഗ്രോത്തിന് കാരണമാകാം. ഗട്ടേഷനും ട്രാൻസ്പിറേഷനും തമ്മിലുള്ള ഡിഫറൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗട്ടേഷൻ എന്ന് പറയുന്നത് ലോസ് ഓഫ് വാട്ടർ ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ആണ്. പക്ഷേ ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത് വേപ്പറിൻ്റെ രൂപത്തിൽ, നീരാവിയുടെ രൂപത്തിലാണ്, വാട്ടർ വേപ്പറിൻ്റെ രൂപത്തിലാണ് അവിടെ ലോസ് ഓഫ് വാട്ടർ ഉണ്ടാകുന്നത്. ഗട്ടേഷൻ ഹൈഡത്തോട്സിലൂടെയാണ് സംഭവിക്കുന്നത്. ട്രാൻസ്പിറേഷൻ സ്റ്റൊമാറ്റ, അതുപോലെ തന്നെ ക്യൂട്ടിക്കിൾ, ലെൻറ്റിസിൽസ് തുടങ്ങിയ പാർട്സിലൂടെയാണ് ട്രാൻസ്പിറേഷൻ ലോസ് ഉണ്ടാവുക. ഗട്ടേഷനുള്ള റീസൺ റൂട്ട് പ്രഷറാണെന്ന് പറഞ്ഞു. ട്രാൻസ്പിറേഷനുള്ള റീസൺ എവാപ്പറേഷനും ട്രാൻസ്പിറേഷൻ പുള്ളുമാണ്. അതായത് ടെമ്പറേച്ചറൊക്കെ കൂടുന്ന കണ്ടീഷനിൽ
വാട്ടർ നീരാവിയായിട്ട് ബാഷ്പീകരിച്ച് പോവുക. അതാണ് ട്രാൻസ്പിറേഷനുള്ള റീസൺ. ഗട്ടേഷൻ നടക്കുന്നത് നൈറ്റിലാണ് അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ആണ്. ഡേ ടൈമിൽ നടക്കില്ല. പക്ഷെ ട്രാൻസ്പിറേഷൻ നടക്കുന്നത് ഡേ ടൈമിലാണ്. നേരത്തെ പറഞ്ഞു ഗട്ടേഷൻ നടക്കണമെങ്കിൽ അവിടെ സോയിൽ മോയ്സ്ചർ ഹൈ ആയിരിക്കണം, ഹ്യൂമിഡിറ്റി ഹൈ ആയിരിക്കും. പക്ഷേ ട്രാൻസ്പിറേഷൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ട്രാൻസ്പിറേഷൻ നടക്കുന്നത് ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷനിലാണ്, അതായത് ടെമ്പറേച്ചറിൻ്റെ അളവൊക്കെ കൂടുന്ന കണ്ടീഷനിലാണ് അല്ലെങ്കിൽ വിൻഡി ആയിട്ടുള്ള കണ്ടീഷനിലാണ് ട്രാൻസ്പിറേഷൻ നടക്കുക. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ആണ്, ഗട്ടേഷനിൽ വാട്ടറിനോടൊപ്പം തന്നെ മിനറൽസും സോൾട്ടും കൂടി ഡിസോൾവായി പുറത്ത് പോകുന്നുണ്ട്. പക്ഷേ ട്രാൻസ്പിറേഷനിൽ പ്യുവർ വാട്ടർ ആയിരിക്കും വേപ്പറിൻ്റെ ഫോമിൽ പുറത്ത് പോവുക. ഗട്ടേഷൻ നടക്കുന്നത് ഹെർബ്സിലും ഗ്രാസസിലൊക്കെയാണ്. ട്രാൻസ്പിറേഷൻ നടക്കുന്നത് ടെറസ്ട്രിയൽ പ്ലാന്റ്സ് ആണ്, അതായത് കുറച്ചുകൂടി വലിയ പ്ലാന്റ്സിലായിരിക്കും ട്രാൻസ്പിറേഷൻ കൂടുതൽ നടക്കുക. ഗട്ടേഷൻ ഒരിക്കലും പ്ലാന്റ്സിനൊരു കൂളിംഗ് എഫക്റ്റ് നൽകുന്നില്ല. എക്സസ് വാട്ടർ ഹൈഡ്രോത്തോട്സിലൂടെ റിമൂവ് ചെയ്യുന്നു എന്ന് മാത്രം. പക്ഷേ ട്രാൻസ്പിറേഷൻ നടക്കുമ്പോൾ അത് ആ പ്ലാന്റ് ഒരു കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും നൽകുക, അതായത് ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം കൂടിയാണത്. പിന്നെ പുറത്ത് പോകുന്ന വാട്ടറിൻ്റെ അളവ് വളരെ കുറവായിരിക്കും ഗട്ടേഷനിൽ. ട്രാൻസ്പിറേഷനിലൂടെയുള്ള ലോസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഗട്ടേഷൻ നടക്കുന്ന പ്ലാന്റ്സിന് കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, റൈസ്, ടൊമാറ്റോ, സ്ട്രോബെറി, അങ്ങനെ. ഗട്ടേഷൻ എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ബയോസ്കോപ്പ് 20s എന്ന ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.